ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് എങ്ങനെയാണ് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്കയും മാങ്ങയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ മുറ്റത്തായാലും അതല്ലാന്നുണ്ടെങ്കിൽ പുറമേ നിന്ന് വാങ്ങിച്ചിട്ടായാലും ഡെയിലി നമ്മളുടെ വീട്ടിലെന്തെങ്കിലും ചക്കയും മാങ്ങയും അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവും. അപ്പം കുട്ടികൾക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ജ്യൂസുകളോടും ഐസ്ക്രീമുകളോടൊക്കെയും പ്രത്യേകിച്ച് ഒരു ഇഷ്ടം എന്തായാലും ഉണ്ടാവും. മാത്രമല്ല അങ്ങനെ അരിഞ്ഞു കൊടുത്താലൊന്നും കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ പഠിച്ചാൽ തന്നെ ഒട്ടുമിക്ക ഐസ്ക്രീമും നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാൻ സാധിക്കും. മാത്രമല്ല അത്യാവശ്യം കുക്കിംഗ് അറിയാവുന്ന കുഞ്ഞു കുട്ടികൾക്ക് വരെ, അതായത് ഒരു 8th 9th ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കടക്കം ഉണ്ടാക്കാൻ പറ്റുന്ന വെരി സിമ്പിളായിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഏറ്റവും എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നതാണ്. അപ്പം ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ മാങ്ങ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്നൊന്നും വാങ്ങിച്ചാൽ നമ്മളെ വീട്ടുമുറ്റത്ത് തന്നെ വളർന്നു വന്ന ഒരു മാവുന്നുണ്ടായിട്ടുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പം അതൊന്ന് ആദ്യം ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയാണോ നമുക്ക് ഐസ്ക്രീം വേണ്ടത് അപ്പോൾ അതിൻ്റെ അത്രയ്ക്ക് മാങ്ങ എടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 6 മാങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നന്നായിട്ട് തൊലി ചെത്തി എടുക്കുക എന്നുള്ളതാണ്. തൊലി നന്നായിട്ട് റിമൂവ് ചെയ്യുക. ഇതുപോലെ തൊലി ചെത്തി നന്നായിട്ട് മുറിച്ചെടുത്ത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ആദ്യം ചെയ്യാനുള്ള കാര്യം. ഇപ്പം ഞാൻ ഈ തൊലിയോട് കൂടിയിട്ടുള്ള ഒരു മാങ്ങ എടുത്ത് ഇതുപോലെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസുകൾ വേണം. അത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനും പിന്നെ ഈ നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്നത് അതായത് ഐസ്ക്രീം ഉണ്ടാക്കിയതിൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനുമാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ മാംഗോ കടിക്കുന്നത് അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. ഇപ്പം എന്താ പറയുക, സ്ട്രോബെറിയുടെ ഒക്കെ ഐസ്ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് അതിങ്ങനെ ചെറിയ കഷ്ണങ്ങൾ ഇങ്ങനെ ഇടയിൽ കിടക്കുന്നതും നല്ലൊരു ഭംഗിയാണ്. പിന്നെ അത് മാത്രമല്ല അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചവച്ച് കടിക്കുന്നതും ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് മുറിച്ച് വയ്ക്കുന്നത്. ഞാനിത് മുറിച്ചത് കുറച്ച് വലുപ്പത്തിലായിപ്പോൾ. ഇതിപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കണതല്ലേ, വീട്ടിൽ മക്കൾക്കൊക്കെ കൂടെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് കാരണം തന്നെ അത്രയും ചെറിയ കഷ്ണങ്ങളാക്കാൻ നിന്നില്ല. അപ്പോൾ ഇത്രയും വലുപ്പത്തിലുള്ള പീസുകളായിട്ടാണ് ഞാൻ മുറിച്ചെടുത്തത് കേട്ടോ. വളരെ എളുപ്പത്തിലും പെട്ടെന്നും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു എന്താ പറയുക, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ് മാംഗോ ഐസ്ക്രീം നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾക്ക് ഐസ്ക്രീം ഇഷ്ടമില്ലാത്തവരായിട്ടുള്ളവർ ചുരുക്കമായിരിക്കും അല്ലേ. അപ്പോൾ മക്കൾക്കൊക്കെ വീട്ടിലിരുന്ന് ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. ആരും മഴ സമയത്തും പിന്നെ മഞ്ഞ് സമയത്തൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കരുത്. വേനൽ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പം എന്താ പറയുക, നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയിലോട്ട് ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഭയങ്കര വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം സ്ലൈസായിട്ടാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതിലോട്ട് അരിഞ്ഞിട്ട കഷ്ണങ്ങൾ വീണ്ടും ഞാൻ ഒന്നും കൂടെ നൈസായിട്ട് മുറിച്ചിടുന്നുണ്ട് കേട്ടോ. ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് നല്ല ക്രീം പരുവത്തിലായിരിക്കണം നമ്മളിത് അടിച്ചെടുക്കേണ്ടത്. ഒരു തരി പോലും വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. എന്നിട്ട് നല്ല ക്രീമായിട്ട് കിട്ടണം നമുക്കിത്. അപ്പോൾ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ പാകത്തിനുള്ള മാംഗോസ് എല്ലാം ഞാൻ അരിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് മിക്സിയിലിട്ട് അടിക്കേണ്ട സമയമാണ്. അപ്പോൾ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുത്ത് നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ട്, അതാണ് ഞാനിനി ചേർത്ത് കൊടുക്കുന്നത്. അത് ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഷുഗർ പൊടിച്ചെടുക്കാം, അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഈ കണ്ടൻസ്ഡ് മിൽക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പം പണി കഴിയും. നമ്മളുടെ പാകത്തിനുള്ള മധുരം എങ്ങനെയാണോ അത് നോക്കിയിട്ട് നമുക്ക് അത്യാവശ്യത്തിന് ആ പാകത്തിന് നമുക്ക് ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ആവശ്യത്തിനുള്ള വിപ്പിംഗ് ക്രീം എടുക്കുക. ഞാൻ എന്താ പറയുക, മിക്സിയിലിട്ടിട്ടാണ് ഇത് അടിച്ചത്. ക്രീം പരുവത്തിനൊന്നും ആകാൻ നിന്നില്ല. ജസ്റ്റ് ഇതുപോലെ ഇതിങ്ങനെ കട്ടക്കി ഇരിക്കുന്ന ഒരു സംഭവം അത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ട് അടിച്ചു കൊടുക്കാം. ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിന്ന് ഈ മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കുന്നത്.
അപ്പം ഞാനൊരു 6 സ്പൂൺ വിപ്പിംഗ് ക്രീം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നല്ല എന്താ പറയുക, നന്നായിട്ട് അടിച്ചെടുക്കുക. ഇത്തിരി പാടാണ് ഈ വിപ്പിംഗ് ക്രീം നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനായിട്ട്. അടിച്ചെടുക്കാൻ ഇങ്ങനെ മിക്സി യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. വേറെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ അടിച്ചെടുക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവില്ലേ വീട്ടിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഉപകരണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പം 6 സ്പൂൺ വിപ്പിംഗ് ക്രീമാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 5 മാംഗോ ആണ്. ആ 5 മാംഗോയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ 10 സ്പൂൺ വിപ്പിംഗ് ക്രീം നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ 6 സ്പൂണേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ആ വിപ്പിംഗ് ക്രീമും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കുക എന്നുള്ളതാണ് കേട്ടോ. അതായത് ഇത് മാംഗോയുടെ ആ ഒരു എന്താ പറയുക, ക്രീം പരുവത്തിലായ സംഭവവും ഈ വിപ്പിംഗ് ക്രീമും കൂടെ അതായത് ഇതിൽ രണ്ടും കൂടെ മിക്സ് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതിനായിട്ട് കുറച്ച് സമയം എടുത്തിട്ടായാലും നമുക്ക് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു 5 to 10 മിനിറ്റ്സ് എങ്കിലും ഇതുപോലെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താൽ ഇത് നന്നായിട്ട് എല്ലാ ഭാഗങ്ങളിലും കട്ടയൊക്കെ ഉടഞ്ഞ് നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ പഠിച്ചാൽ തന്നെ നമുക്ക് പല ഫ്ലേവറുകളിലുള്ള ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഒരു ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കും ഒരു ടിന്ന് വിപ്പിംഗ് ക്രീമും ഉണ്ടെങ്കിൽ തന്നെ, സ്ഥിരമായിട്ട് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പല ഫ്ലേവറുകളിലുള്ള ഐസ്ക്രീംസ് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം എന്താ ചെയ്യണത്, നമ്മൾ അരിഞ്ഞു വെച്ച മാംഗോസ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് അതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണില്ല. മക്കൾ തിരക്ക് കൂട്ടുന്നതുകൊണ്ട് തന്നെ ഞാൻ വേഗം അത് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാംഗോ ഐസ്ക്രീം. ഇതിപ്പോൾ ഞാൻ ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ എടുക്കുന്നത് മാംഗോ ഐസ്ക്രീം. കണ്ണനും കുഞ്ചിനൊക്കെ 2-3 ട്രിപ്പ് അതിൽ നിന്ന് കഴിച്ചു. ഈ പാത്രം നിറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.